ഹായ് ഓൾ, ഇലക്ട്രോണിക് സിംപ്ലിഫൈഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് തെർമൽ റണ്ണവേ. എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ടോപ്പിക്കാണ് ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത്. ഇപ്പോൾ ട്രാൻസിസ്റ്ററിൻ്റെ വർക്കിംഗ്, ട്രാൻസിസ്റ്ററിൻ്റെ ഡിഫറെൻറ്റ് കോൺഫിഗറേഷൻസ്, അതിൽ തന്നെ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കോൺഫിഗറേഷൻ ഏതാണ് ഒക്കെ നമ്മൾ പല വീഡിയോസിലായിട്ട് ഈ ചാനൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്, തെർമൽ റണ്ണവേ എന്ന കോൺസെപ്റ്റിനെ പറ്റിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ട്രാൻസിസ്റ്ററിൻ്റെ ഏറ്റവും കോമൺ ആയിട്ടുള്ള 3 കോൺഫിഗറേഷൻസ് എന്ന് പറയുന്നത് കോമൺ ബേസ് കോൺഫിഗറേഷൻ, കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ, കോമൺ കളക്ടർ കോൺഫിഗറേഷനാണ്. ഇതിൽ തന്നെ കോമൺ എമിറ്റർ കോൺഫിഗറേഷനാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ആസ് ആൻ ആംപ്ലിഫയർ. എപ്പോഴും ഒരു ട്രാൻസിസ്റ്ററിന് ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അതിനെ നമ്മൾ ആക്റ്റീവ് മോഡിലാണ് കണക്ട് ചെയ്യുക. അപ്പോൾ ഈ ട്രാൻസിസ്റ്റർ ആസ് എ ആംപ്ലിഫയർ ഇൻ കോമൺ എമിറ്റർ കോൺഫിഗറേഷനിൽ വരുമ്പോൾ ഗെയിന് വളരെ ഹൈ ആണ്, ഔട്ട്പുട്ട് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ആയിരിക്കും. പക്ഷേ ബാക്കി 2 കോൺഫിഗറേഷൻസിനും ഡിഫറെൻ്റ് ആയിട്ട് ഈ കോൺഫിഗറേഷനിൽ തെർമൽ റണ്ണവേ എന്നൊരു ഫിനോമിനൻ ഹാപ്പൻ ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ ഹൈ ആണ്. ട്രാൻസിസ്റ്ററിനെ കോമൺ എമിറ്റർ കോൺഫിഗറേഷനിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് ബയാസിങ് കൊടുക്കുന്നത് കറക്റ്റ് ആവാതിരിക്കുകയോ അല്ലെങ്കിൽ ക്യൂ പോയിൻ്റ് സ്റ്റെബിൾ ആക്കാതിരിക്കുകയോ ചെയ്താലാണ് ഈ തെർമൽ റണ്ണവേ ഒക്കർ ചെയ്യുന്നത്. ഇനി അതെങ്ങനെയാണെന്ന് നോക്കാം. ഇതിപ്പോൾ ട്രാൻസിസ്റ്റർ കോമൺ എമിറ്റർ കോൺഫിഗറേഷനിൽ കണക്ട് ചെയ്യുമ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു ഡയഗ്രാമാണ്. ഇവിടെ നമ്മൾ റെസിസ്റ്റേഴ്സ് ഒന്നും കൊടുത്തിട്ടില്ല, നമുക്ക് തെർമൽ റണ്ണവേ എക്സ്പ്ലെയിൻ ചെയ്യാൻ അതിൻ്റെ ആവശ്യം ഇല്ല. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുക, ഇവിടെയാണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുക. നമുക്കറിയാം ഒരു ട്രാൻസിസ്റ്ററിനെ ആക്റ്റീവ് മോഡിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡ് ഫോർവേഡ് ബയാസും റൈറ്റ് സൈഡ് റിവേഴ്സ് ബയാസും ആയിരിക്കും. ഓക്കെ, അപ്പോൾ റിവേഴ്സ് ബയാസിങ്ങിൽ കറണ്ട് ഫ്ലോ ചെയ്യൂല, പകരം ലീക്കേജ് കറണ്ട് അല്ലെങ്കിൽ മൈനോറിറ്റി കറൻസിൻ്റെ ഫ്ലോ ഉണ്ടാവും. ഈ മൈനോറിറ്റി കറണ്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് മൈനോറിറ്റി ക്യാരിയേഴ്സ് വഴിയുള്ള കറണ്ടാണല്ലോ മൈനോറിറ്റി കറണ്ട്. ഈ മൈനോറിറ്റി ക്യാരിയേഴ്സ് ഒരു ടെമ്പറേച്ചർ ഡിപ്പെൻഡൻറ്റ് പാരാമീറ്ററാണ്. അതായത് ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് തെർമൽ എനർജി കൂടുകയും തെർമൽ എനർജി കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ റിവേഴ്സ് ബയാസ്ഡ് റീജിയണിൽ കൂടുതൽ ഇലക്ട്രോൺ ഹോൾ പെയേഴ്സ് ഫോം ആവും. അതെങ്ങനെയാണ് ഫോം ആവുന്നത്? അവിടെ ഉള്ള കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ആവും എനർജി കൂടുമ്പോൾ. ആ കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ആവും, കൂടുതൽ ഇലക്ട്രോൺ ഹോൾ പെയേഴ്സ് ഫോം ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും മൈനോറിറ്റി ക്യാരിയേഴ്സിൻ്റെ എണ്ണം കൂടും, അപ്പോൾ മൈനോറിറ്റി കറണ്ടും കൂടും. ഇതാണ് തെർമൽ റണ്ണവേൻ്റെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ്. അതായത് തെർമൽ റണ്ണവേ മനസ്സിലാക്കുന്നതിന് മുന്നേ നമ്മൾ ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കണം. ഇനി നമുക്ക് എക്സ്പ്ലനേഷനിലേക്ക് കടക്കാം. ഒരു ട്രാൻസിസ്റ്റർ കറണ്ട് ഇക്വേഷൻ എന്താണ്? I is equal to IB plus IC ആണ്. അതിൽ കോമൺ എമിറ്റർ കോൺഫിഗറേഷനിൽ ഔട്ട്പുട്ട് കറണ്ടായ IC എന്ന് പറയുന്നത് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ബീറ്റ ഇൻറ്റു ബേസ് കറണ്ട് IB പ്ലസ് ലീക്കേജ് കറണ്ടാണ്. ഈ ലീക്കേജ് കറണ്ടിനെ നൊട്ടേറ്റ് ചെയ്യുന്നത് ICO എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അത് കോമൺ എമിറ്ററിൽ വരുമ്പോൾ എങ്ങനെയാവും? IC is equal to ബീറ്റ IB പ്ലസ് ICEO എന്ന് വരും. ഈ എന്തിനാണ് സ്റ്റാൻഡ് ചെയ്യുന്നത്? കോമൺ എമിറ്ററിന്. ഇതാണ് നമ്മളെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ തെർമൽ റണ്ണവേ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ലീക്കേജ് കറണ്ട് ICEO എന്ന് പറയുന്നത് ഒരു നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഒരു ടേം ആണ് ശരിക്കും. കാരണം ഇതിൻ്റെ വാല്യൂ നാനോ ആംപിയേഴ്സിലാണ് ഉണ്ടാവുക അറ്റ് നോർമൽ റൂം ടെമ്പറേച്ചർ. നോർമൽ റൂം ടെമ്പറേച്ചറിലാണ് ഇപ്പോൾ നമ്മൾ ഏത് സർക്യൂട്ടും ഏത് ഡിവൈസസും ഒക്കെ വെച്ചിട്ടുണ്ടാവുക. ഇപ്പോൾ നമ്മൾ ട്രാൻസിസ്റ്റർ ഏതെങ്കിലും ഒരു സർക്യൂട്ടിൽ യൂസ് ചെയ്തു, ആ സർക്യൂട്ട് പ്ലേസ് ചെയ്തിട്ടുള്ള ഏരിയയിൽ ടെമ്പറേച്ചർ ഒരു 50 ഡിഗ്രി സെൽഷ്യസ് കൂടിയെന്ന് വിചാരിക്കാം. ഓക്കെ, ഈ ലീക്കേജ് കറണ്ടിൻ്റെ പ്രത്യേകത അത് ഓരോ 10 ഡിഗ്രി സെൽഷ്യസ് റൈസ് ഇൻ ടെമ്പറേച്ചറിനും ഡബിൾ ചെയ്യും. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ പറയാം. ഇനീഷ്യലി ഇപ്പോൾ നമ്മൾ 100 മില്ലി ആംപിയർ ആണ്, ഇനീഷ്യലി ഒരു 100 നാനോ ആംപിയർ ആണ് ICEO ഉണ്ടായിരുന്നത് എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ 10 ഡിഗ്രി സെൽഷ്യസ് കൂടി, അപ്പോൾ ടെമ്പറേച്ചർ 10 ഡിഗ്രി സെൽഷ്യസ് കൂടിയാൽ
എത്ര ആവും ഇത്? 200 നാനോ ആംപിയർ ആവും. പിന്നെ വീണ്ടും ഒരു 10 ഡിഗ്രി കൂടി, അപ്പോൾ ഇത് എത്ര ആവും? 400 നാനോ ആംപിയർ ആവും. കാരണം ഓരോ 10 ഡിഗ്രി സെൽഷ്യസിനും ഡബിൾ ചെയ്യല്ലോ. പിന്നെ ഒരു 10 ഡിഗ്രി കൂടി കൂടുമ്പോൾ എത്ര ആവും? 800 നാനോ ആംപിയർ ആവും. ഇവിടെ ടോട്ടൽ റൈസ് എത്രയാണ്? 50 ആണ്. അപ്പോൾ 5 പ്രാവശ്യം ഇവിടെ കൂടണം. അപ്പോൾ 3 പ്രാവശ്യമായി. ഇനി ഇത് 1600 നാനോ ആംപിയർ ആവും. പിന്നെ ഇത് 3200 നാനോ ആംപിയർ ആവും. അപ്പോൾ നമുക്ക് ഈ 3200 നാനോ ആംപിയർ എന്ന് പറഞ്ഞാൽ അത്ര നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഒരു വാല്യൂ അല്ല. അപ്പോൾ ജസ്റ്റ് ടെമ്പറേച്ചർ ഒരു 50 ഡിഗ്രി സെൽഷ്യസ് കൂടിയപ്പോൾ, നോർമൽ റൂം ടെമ്പറേച്ചറിനേക്കാളും ഒരു 50 ഡിഗ്രി സെൽഷ്യസ് കൂടിയപ്പോഴേക്കും ഈ ലീക്കേജ് കറണ്ട് ഒരു സിഗ്നിഫിക്കൻറ്റ് വാല്യൂവിലേക്ക് വന്നു. ലീക്കേജ് കറണ്ട് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും IC കൂടും. അപ്പം IC ഇവിടെ കൂടിക്കഴിഞ്ഞാൽ IC കൂടും. ഇനി ആ സർക്യൂട്ടിലുള്ള പവർ ഡിസിപ്പേഷൻ PD എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷൻ VCC ഇൻറ്റു IC ആണ്. VCC നമുക്കറിയാം ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഇപ്പോൾ ഒരു സർക്യൂട്ടിലേക്ക് 5 വോൾട്ട് അല്ലെങ്കിൽ 10 വോൾട്ട് അല്ലെങ്കിൽ 12 വോൾട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ മാറ്റുന്നില്ല. അപ്പോൾ IC ഇവിടെ കൂടിക്കഴിഞ്ഞാൽ പവർ ഡിസിപ്പേഷൻ കൂടും. ഇത് കൂടിയാൽ എന്ത് കൂടും? ആ സർക്യൂട്ട് പുറത്തേക്ക് എമിറ്റ് ചെയ്യുന്ന ഹീറ്റ് കൂടും. ഹീറ്റ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ടെമ്പറേച്ചർ കൂടും. അപ്പോൾ ഈ പ്രോസസ്സ് മൊത്തം വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങും. ഇതൊരു ക്യൂമുലേറ്റീവ് പ്രോസസ്സായിട്ട് മാറിയിട്ട് അവസാനം എന്ത് സംഭവിക്കും? തെർമൽ റണ്ണവേ എന്ന് പറയുന്ന ഫിനോമിനൻ ഹാപ്പൻ ചെയ്യും. അങ്ങനെ ട്രാൻസിസ്റ്റർ ബേൺ ഔട്ട് ആവുകയും ആ സർക്യൂട്ട് തന്നെ വർക്ക് ചെയ്യാത്തൊരു കണ്ടീഷനിലേക്ക് മാറുകയും ചെയ്യും. ഇത് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു സൈക്ലിക് ആയിട്ടുള്ള പ്രോസസ്സ് കാണിക്കുന്ന ഒരു ഡയഗ്രം ഉണ്ട്. അതെങ്ങനെയെന്ന് നോക്കാം. ടെമ്പറേച്ചർ T കൂടിയെന്ന് വിചാരിക്കുക. അപ്പോൾ ലീക്കേജ് കറണ്ട് ICEO കൂടി. അത് കാരണം കൊണ്ട് തന്നെ IC കൂടി. IC കൂടിക്കഴിയുമ്പോൾ പവർ ഡിസിപ്പേഷൻ കൂടി. പവർ ഡിസിപ്പേഷൻ കൂടുമ്പോൾ ഹീറ്റ് എമിറ്റ് ചെയ്യുന്നത് കൂടും. അപ്പോൾ സർക്യൂട്ടിലുള്ള ടെമ്പറേച്ചർ കൂടും. ഇതൊരു ക്യുമുലേറ്റീവ് പ്രോസസ്സാണ്. ഈ പ്രോസസ്സ് കുറച്ച് തവണ റിപ്പീറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് തെർമൽ റണ്ണവേ ഹാപ്പൻ ചെയ്യുന്നത്. പിന്നെ സ്വാഭാവികമായിട്ടൊരു ഡൗട്ട് വരും, ഇത് BJTയിലും മാത്രം ഉള്ളോ അതോ FETയിലും മോസ്ഫെറ്റിലും ഒക്കെ ഉണ്ടോ എന്നുള്ളൊരു ചിന്ത വരുമല്ലോ. FETയിലും മോസ്ഫെറ്റിലും ഈ തെർമൽ റണ്ണവേ എന്ന പ്രോസസ്സ് നടക്കുന്നില്ല. എന്താ റീസൺ വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കറണ്ട് ഉണ്ടല്ലോ ID, അത് ആക്ച്വലി ടെമ്പറേച്ചർ കൂടുമ്പോൾ കുറയുകയാണ് ചെയ്യുക. അതൊരു NTC ആണ്, നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയാണ് ഇവർക്കുള്ളത്. അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ ID കുറയും. ഏതൊരു പ്രോബ്ലത്തിനും ഒരു സൊല്യൂഷൻ ഉള്ളതുപോലെ ഈ തെർമൽ റണ്ണവേയും നമുക്ക് ഒഴിവാക്കാൻ പറ്റാവുന്ന ഒരു ഫിനോമിനനാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിനാകെ ഒറ്റ സൊല്യൂഷനുള്ളൂ, ക്യൂ പോയിന്റിനെ സ്റ്റേബിൾ ആക്കുക എന്നുള്ളതാണ്. ഈ ക്യൂ പോയിന്റ് സ്റ്റേബിൾ ആക്കാൻ 4 ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് വണ്ണ്, എമിറ്ററിൽ ഒരു റെസിസ്റ്റർ കൊടുക്കും. അതുവഴി ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കുക എമിറ്റർ റെസിസ്റ്റർ വഴി. സെക്കൻഡ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വോൾട്ടേജ് ഡിവൈഡർ ബയാസിങ് യൂസ് ചെയ്യുക, അഥവാ പൊട്ടൻഷ്യൽ ഡിവൈഡർ ബയാസിങ് യൂസ് ചെയ്യുക. വേറെ ബയാസിങ് മെത്തേഡ്സ് ഒന്നും യൂസ് ചെയ്യാതിരിക്കുക. മൂന്നാമത്തത് തെർമിസ്റ്റർ പോലുള്ള കമ്പോണൻസ് യൂസ് ചെയ്യുക ഈ ടെമ്പറേച്ചറിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. നാലാമത്തതാണ് ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡ്, ഹീറ്റ് സിങ്ക് യൂസ് ചെയ്യുക എന്നുള്ളത്. ഈ 4 മെത്തേഡ്സ് വഴിയും ക്യൂ പോയിന്റിനെ സ്റ്റേബിൾ ആക്കുകയാണ് ചെയ്യണത്. അങ്ങനെ ക്യൂ പോയിന്റിനെ സ്റ്റേബിൾ ആക്കിയിട്ടാണ് നമ്മൾ ആംപ്ലിഫയർ ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ അവിടെ ഒരിക്കലും തെർമൽ റണ്ണവേ വരില്ല. നമ്മൾ പ്രാക്ടിക്കലായിട്ട് ഏത് ആംപ്ലിഫയേഴ്സ് സെറ്റപ്പ് ചെയ്യുന്ന ആൾക്കാർക്കും അറിയാം ഒരു ഹീറ്റ് സിങ്ക് നമ്മൾ എന്തായാലും പ്ലേസ് ചെയ്യും. ഓക്കെ.